ഞാൻ അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ പോയ സ്ഥലങ്ങളിൽ പിന്നെയും പിന്നെയും പോകണമെന്ന് ആഗ്രഹം തോന്നിയ ഒരേ ഒരു സ്ഥലം കർണാടകത്തിലെ ഹംപിയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഹംപിയുടെ ഒരു സൈഡ് മുഴുവനും കണ്ടു വന്നു. അവിടെ ആ സമയത്ത് വിട്ടുപോയ ഒന്നായിരുന്നു അഞ്ജനാദ്രി ഹിൽ. അതെ, നമ്മുടെ ഹനുമാൻ്റെ ബർത്ത് പ്ലേസ്. അഞ്ജനാദ്രി ഹില്ലിൽ നിന്ന് ഒരു സൂര്യോദയം കാണണം എന്നൊരു പ്ലാനോട് കൂടിയാണ് കേട്ടോ ഞാൻ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ഞാൻ രാവിലെ 1:30 മണിക്ക് ഹോസ്പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അവിടെ AC വെയിറ്റിംഗ് റൂമിലിരുന്നിട്ട് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഒരു ഓട്ടോ പിടിച്ചാണ് 35 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഈ അഞ്ജനാദ്രി ഹില്ലിലേക്ക് വന്നത്. ഹോസ്പേട്ട റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂമിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹംപി വ്ളോഗിൽ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ അത് ടാഗ് ചെയ്യാം, എല്ലാവരും പോയി കാണണേ. ഞാൻ രാവിലെ 5:45 അഞ്ജനാദ്രി ഹില്ലിൻ്റെ ചോട്ടിലെത്തി. അവിടെ കുറേ പൂജ സ്റ്റാളുകളും പിന്നെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബാഗ് അവിടെ കൊടുത്തിട്ട് നമുക്ക് വെറും കൈയോടെ മല കയറാം കേട്ടോ. പക്ഷേ ഞാൻ വന്ന സമയത്ത് ഒരു കടയും തുറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റുള്ള ബാഗ് എടുത്തിട്ടാണ് ഞാൻ ഈ 575 സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ടാസ്ക്കായിരുന്നു. ഒറ്റയ്ക്കേ നടക്കാൻ പറ്റാത്ത ഞാനാണ് ഈ വലിയ ബാഗും കൊണ്ട് നടന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ രാമായണം മഹാഭാരതം പോലുള്ള കഥകളിൽ നമ്മൾ കേട്ട് വളർന്ന പല സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് പോയി കാണുക എന്ന് പറയുമ്പോൾ അപ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ. പണ്ട് വാനരസേന ഉണ്ടായിരുന്ന കിഷ്കിന്ധ എന്നുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാമായണത്തിലെ നമ്മളുടെ ഹനുമാൻ്റെ ആഞ്ജനേയ സ്വാമിയുടെ ജന്മസ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്ന് പ്രത്യേകിച്ച് പറയേണ്ടത്, ഇവിടെ വാനരന്മാരുടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തട്ടിപ്പറിച്ച് പോവും. എൻ്റെ മേത്തന്നെ 2-3 വാനരന്മാർ ചാടി. ഞാൻ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. 575 സ്റ്റെപ്പ് കയറി വന്നത് ഭഗവാനെ കാണാനാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ലോണം കണ്ടു. എന്താ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ 5 മണിക്ക് തന്നെ ഹൊസൈപേട്ടിൽ ഓട്ടോ എടുത്ത് വന്നത്. ഇത് കണ്ടോ, മലകൾ ഇങ്ങനെ ചിത്രം വരച്ച മാതിരി. പിന്നെ നമ്മുടെ ഹംപിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണിത്. 360 വ്യൂ കിട്ടും ഇവിടെ നിന്ന്. ഇതിൻ്റെ ഇടയിൽ കുറേ വാനരന്മാരുണ്ട്. ആ കുട്ടി കുറേ മേത്ത് അമ്മേ. ഇതാണ് അമ്പലം. ഉള്ളിലൊക്കെ ഫോട്ടോ എടുക്കാൻ പാടില്ല, കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്കതിനോട് താല്പര്യമില്ല. അങ്ങനെ അഞ്ജനാദ്രി ഹില്ലിൽ വന്നിട്ട് സൂര്യോദയം കാണണം എന്നുള്ള എൻ്റെ ആ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി. ഇനി ഈ അമ്പലത്തിനടുത്ത് വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട് ചുറ്റിക്കാണാം. അപ്പം നമുക്കത് കണ്ടാലോ. അഞ്ജനാദ്രി ഹില്ലിൽ നിന്നും ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ശബരി ആശ്രമവും അടുത്തുള്ള ഈ പമ്പാ സരോവറും. ശബരി എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ രാമായണത്തിൽ ശ്രീരാമനോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്ന ഒരു ലേഡി. ശ്രീരാമൻ ഈ ഗുഹയിൽ വന്ന സമയത്ത് ശബരി എന്ന് പറയുന്ന ഈ സ്ത്രീ അവിടെയുള്ള പഴവർഗ്ഗങ്ങളെല്ലാം കഴിച്ച് അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മാത്രമാണ് ശ്രീരാമന് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാമായണത്തിൽ കഥ കേട്ടിട്ടില്ലേ? പമ്പ സരോവറിൽ നിന്നും നേരെ പോയത് ദുർഗാദേവിയുടെ ഒരു അമ്പലത്തിലോട്ടാണ് കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ബാലരമ വായിക്കുമ്പോൾ അതിൽ കൃഷ്ണദേവരായരുടെ കഥകളുണ്ടായിരുന്നു. ആ സമയത്ത് അതിലത്തെ ഫോട്ടോയിൽ മലകളൊക്കെ ഉരുണ്ടുരുണ്ട കല്ലുകളായിരിക്കും. അന്നേ ഞാനത് നോട്ട് ചെയ്തിരുന്നു. സാധാരണ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഉരുണ്ട കല്ലുകളുള്ള മല എന്താണെന്ന് ഞാൻ അന്നേ ആലോചിച്ചിരുന്നു. പക്ഷെ ഹംപിയിൽ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. കാരണം വിജയനഗര സാമ്രാജ്യം മൊത്തം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഉരുണ്ട വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ്. എന്ത് രസമാണെന്നറിയോ അത് കാണാൻ. മാത്രമല്ല ചില പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ഇതിപ്പം അങ്ങോട്ട് ഉരുണ്ട് താഴത്തേക്ക് വീഴും എന്നുള്ള ആ ഒരു ഫീലിലാണ് അത് നിൽക്കുന്നുണ്ടാവുക. എന്തായാലും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഹംപി എന്ന് പറയുന്നത്. ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ നിറയെ തേങ്ങയാണ് കെട്ടിയിട്ടിരിക്കുന്നത്, ഇങ്ങനെ 2-3 കളറിൽ. ഇതിനെപ്പറ്റി അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളവിടെ ഒരു തേങ്ങ കെട്ടിത്തൂക്കുക, പിന്നീട് 2-3 മാസം കഴിയുമ്പോഴേക്കും ആ ആഗ്രഹം നിറവേറി കഴിഞ്ഞാൽ ആ തേങ്ങ വന്ന് നമ്മൾ അഴിച്ചെടുക്കണം. അത് നമ്മൾ കെട്ടിയ തേങ്ങ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കെട്ട് അതൊന്ന് അഴിക്കണം എന്നാണ് അവിടുത്തുകാരുടെ ഒരു വിശ്വാസം.
ഞാൻ മുന്നേ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെയും പിന്നെയും പോകണമെന്ന് തോന്നിയ ഒരേ ഒരു സ്ഥലം ഹംപിയാണ്. അതിന് കാരണവും ഇതാ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ്. ഒരു സ്ഥലത്ത്, അതായത് റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ നിറയെ തരിശ മാതിരി കിടക്കും, നിറയെ പാറക്കെട്ടുകളുണ്ടാവും. അതിൻ്റെ മറ്റേ വശത്ത് ഇതാ ഇതേമാതിരി നിറയെ പച്ചപ്പും ഹരിതാവിയും, വാഴക്കൃഷി, കരിമ്പ് കൃഷി, നെൽപ്പാടങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ആനേഗുണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ വഴിയില്ല. പക്ഷേ നമ്മുടെ രാമായണത്തിലത്തെ കിഷ്കിന്ധ ഉണ്ടല്ലോ, വാനര സാമ്രാജ്യം, അതിൻ്റെ പുതിയ പേരാണ് ആനേഗുണ്ടി. ഹംപിയേക്കാൾ പഴക്കമുള്ള ചരിത്രമുണ്ടത്രേ ആനേഗുണ്ടിക്ക്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ആനേഗുണ്ടി. അഞ്ജനാദ്രി ഹില്ലും പമ്പാ സരോവരും ദുർഗാദേവിയുടെ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ രംഗനാഥസ്വാമി അമ്പലത്തിലേക്കും അതിന് തൊട്ടടുത്തുള്ള ഗഗൻ മഹലിലേക്കുമാണ്. വിജയനഗര രാജാക്കന്മാരുടെ ഒരു കൊട്ടാരമാണ് ഈ ഗഗൻ മഹൽ എന്ന് പറയുന്നത്. രംഗനാഥസ്വാമി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ ഒരു വിശേഷമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള ഗഗൻ മഹൽ നമുക്ക് ചുറ്റിക്കറങ്ങാം. 16-ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യകാലത്ത് നിർമ്മിച്ചതാണ് ഈ ഗഗൻ മഹൽ. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയാണ് ഈ കെട്ടിടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കൊട്ടാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന് നമ്മൾ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഭയങ്കര വലുപ്പം ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അത് അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. വിജയനഗര സാമ്രാജ്യകാലത്തെ രാജ്ഞിമാരുടെ വസതി ആണ് ഇത് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പണ്ട് വിജയനഗര സാമ്രാജ്യകാലത്ത് രാജ്ഞിമാർ ആ കിളിവാതിലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. രംഗനാഥസ്വാമി അമ്പലത്തിലത്തെ കാഴ്ചകളും വഴിയോര കാഴ്ചകളൊക്കെ വളരെ നല്ല ഭംഗിയുള്ളതായിരിക്കാം. പക്ഷേ ഇന്ന് ആ കിളിവാതിലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ബാല്യങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളുമാണ്. അപ്പോൾ ഓരോ എന്താ പറയുക, കാലത്തിനനുസരിച്ച് വരുന്ന ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ഫീലിംഗ് ആവും. അതേമാതിരി തന്നെയാണ് ചില കാഴ്ചകൾ നമ്മളതിനെ കുറച്ച് വിഷമിപ്പിക്കുകയും ചെയ്യും. ഹംപിയിലെ കാഴ്ചകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത സ്ഥലം. ഹംപിയിൽ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ചിന്താമണി ടെമ്പിൾ കോംപ്ലക്സ്. ഇങ്ങനെയൊന്നും പറഞ്ഞ് ആർക്കും അറിയാൻ വഴിയില്ല. പക്ഷേ ഈ സ്ഥലത്തിന് നമ്മുടെ രാമായണവുമായി നല്ല ബന്ധമുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ശ്രീരാമൻ സുഗ്രീവനെ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ ഹംപിയിലുള്ളൊരു ഹിഡൻ ജെമ്മാണ് കേട്ടോ ഈ ചിന്താമണി ടെമ്പിൾ കോംപ്ലക്സ്. ഹംപിയിൽ എപ്പോഴും എല്ലാവരും അച്യുതരായ ടെമ്പിൾ, വിരുപക്ഷ ടെമ്പിൾ, വിത്തല ടെമ്പിൾ, അങ്ങനെ ഹംപിയുടെ മറ്റൊരു വശമാണ് എല്ലാവരും അധികം എക്സ്പ്ലോർ ചെയ്ത് കാണുന്നത്. അഞ്ജനാദ്രി ഹില്ലും എല്ലാവരും പോകാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം ആരും പോയി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒരു കുഞ്ഞ് ജെമ്മാണ് കേട്ടോ എൻ്റെ കൂടെയുള്ള ഈ ഒരു കുട്ടി. നമ്മുടെ ഓട്ടോ അവിടെ വന്ന് നിന്ന പാടെ ഈ കൊച്ച് എൻ്റെ പിന്നാലെ കൂടി എന്നോട് പറഞ്ഞു, ഞാൻ സ്ഥലങ്ങളും കാര്യങ്ങളും കഥകളും എല്ലാതും വിവരിച്ച് തരാം, നമ്മളെക്കൊണ്ട് പറ്റണ മാതിരി എന്തെങ്കിലും കൊടുത്താൽ മതി, ആ കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ കൂടിയത്. ഗൂഗിളിൽ എല്ലാം നമ്മൾ നോക്കി എല്ലാം മനസ്സിലാക്കി പോയി. എന്നാലും ശരി, ആ കൊച്ചിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ കൊച്ചിൻ്റെ ഇൻസ്റ്റ ഐ ഡിയൊക്കെ തന്നു. ആൾ വിചാരിച്ച മാത്രമല്ല കേട്ടോ, ഒരു കുഞ്ഞു പുലിയാണ്, നല്ല വ്യൂസൊക്കെ ഉണ്ട്, ആളൊരു സംഭവമാണ്. ये आने गुंज बोल के है ना, विलेज का नाम है। 64 पिलर मंडप है ना उधर नदी पे देखो। इस विजयनगर साम्राज्य को राजा रहते ना श्री कृष्णदेवराया, उनका समाधि है। उन्होंने 64 युद्ध जीते रहते, इसलिए 64 पिलर पर उनका समाधि है। ताराइल पीछे का पहाड़, वाली का वाइफ तारा रहते थे उधर, इसलिए ताराइल बोलते। तुंगाभद्रा वाटर एंड बड़वा चिंगिरा, छोटे छोटे मंडप है ना, उसके इधर शाम टाइम देखने को मिलेगा 5-6 टाइम पे। नवा वृंदावन पहाड़ के उधर एक मंदिर है, उधर के नव राघवेंद्र स्वामी जी के, नव गुरु जी की जिंदा समाधि है, इसलिए नवा वृंदावन बोलते हैं। ब्रिज टू हम्पी, इधर एक ब्रिज है, हम्पी को जाते हैं। दुखसागर विलेज का नाम है तुंगाभद्रा नदी है, रिवर चिंतामणि टेम्पल।
സുഗ്രീവൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ബാലിയെ അമ്പെയ്ത് വീഴ്ത്തിയത് ഇതാ ഇവിടെ വെച്ചിട്ടാണ്. ശ്രീരാമൻ്റെ പാദമുദ്രകളാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആക്ച്വലി ഈ കല്ലിൻ്റെ അപ്പുറത്ത് നമുക്ക് അധികം കാണാൻ പറ്റാത്ത ഒരു കാൽപ്പാടുണ്ട് കേട്ടോ. ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ രാമായണം, മഹാഭാരതം പോലുള്ള നമ്മൾ കേട്ട് വളർന്ന കഥകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചിലതെല്ലാം വിശ്വസിച്ച് പോവും. ഈ ഗുഹയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയ സമയത്ത് സീതാദേവിയെ കണ്ടെത്താനുള്ള പദ്ധതികൾ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും ഇവിടെ വെച്ചാണ് ആസൂത്രണം ചെയ്തത്. ഇത് കണ്ടോ, ഈ പാറയമ്പിൽ ഒരു പെയിൻറ്റിങ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ഒരു ഭയങ്കര ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സത്യം പറയാലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കിഷ്കിന്ധ എന്ന രാജ്യത്തിലൂടെ നടന്ന് അവിടുത്തെ ചരിത്രങ്ങൾ മുഴുവനും മനസ്സിലാക്കി നമ്മൾ അതിലൊരാളായി തീർന്ന മാതിരി ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പണ്ടെങ്ങോ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കഥയുടെ ഒരു ഭാഗമായി നമ്മളും മാറിയ കുറച്ച് സമയമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹംപിയിൽ പോയപ്പോൾ മിസ്സായ ഒന്നാണ് അഞ്ജനാദ്രി ഹില്ല് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ മിസ്സായ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അതാണ് ഈ ബോട്ട് റൈഡിങ്. ഹംപിയിൽ നിന്ന് അഞ്ജനാദ്രി ഹില്ലിലേക്കുള്ള എളുപ്പവഴിയാണ് കേട്ടോ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത്. നല്ല ചുട്ടു പൊള്ളണ ഒരു കാലാവസ്ഥ. പക്ഷേ തുംഗഭദ്ര നദിയിലത്തെ വെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതേമാതിരി തന്നെയായിരുന്നു എൻ്റെ ഒരു മാനസികാവസ്ഥയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും എൻ്റെ ഹംപി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു യാത്രയിൽ കാണാം.